മേഘന, ആദ്യം ഈ കാലാവസ്ഥാ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഈ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ ഏതൊക്കെ ജില്ലകളിലാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പിലും പറയുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് പ്രധാനമായും എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് അതിശക്തമായ മഴയാണ്. വരും ദിവസങ്ങളിലും ഇന്നും അതിശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി വരുന്നത്. അതുപോലെ തന്നെ ഈ 7 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും, ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. അങ്ങനെ നാളെ മുതൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അങ്ങനെ 20-ം തീയതി വരെ, ജൂലൈ 20 വരെ മഴ ശക്തമാകും. കാലവർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പെയ്തു തുടങ്ങും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതുപോലെ തന്നെ മണിക്കൂർ വീശാനുള്ള സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് 19 വരെ. അങ്ങനെ കർശനമായ ഒരു സാഹചര്യത്തിൽ കർശനമായ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഈ മണിക്കൂറിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മേഘന റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻ മരിയ, കൊച്ചിയിൽ നല്ല മഴയുണ്ടായിരുന്നു നേരത്തെയൊക്കെ, ഇപ്പോഴും എറണാകുളത്തിന് വിവിധയിടങ്ങളിൽ മഴ തന്നെയാണോ? അതിശക്തമായ മഴ എവിടെയാണ് അനുഭവപ്പെടുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ശക്തമായിട്ടുള്ള മഴയാണ് എറണാകുളം ജില്ലയിൽ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ, അത് നഗര മലയോര തീരപ്രദേശങ്ങൾ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപും അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പെയ്ത മഴകളിലെല്ലാം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് അതിശക്തമായിട്ടുള്ള കാറ്റിലാണ്. 7ഓളം വീടുകൾ പൂർണ്ണമായിട്ടും ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാറ്റിലാണ് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ വലിയ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നുൾപ്പെടെയുള്ള ജാഗ്രത നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം മലയോര മേഖലകളിലേക്കാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളിൽ നിന്നും ഈ രീതിയിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇനി തീരദേശ മേഖലകളിലേക്ക് നോക്കുകയാണ് എങ്കിൽ കടലാക്രമണം അതിശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലാക്രമണം ഉണ്ടാകുന്ന ഈ നായരമ്പലം ഭാഗം അല്ലെങ്കിൽ ചെല്ലാനം ഭാഗങ്ങളിലുള്ളവരോടെല്ലാം ആ ഒരു ഭാഗങ്ങളിൽ നിന്നെല്ലാം മാറി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്.